ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായി മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് എല്ലാവരും കാണുകെ പുറപ്പെട്ടു. അത് കണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. നാം വായിച്ച ഈ വചനഭാഗം ഒരു പക്ഷപാതക്കാരന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അസാധാരണമായ ഒരു അത്ഭുത പ്രവൃത്തിയാണ്. ഈ വചനം നമ്മുടെ മുമ്പിൽ നിന്ന് ഒരു ചരിത്ര സംഭവം മാത്രമല്ല, ഈ പ്രഭാതത്തിൽ നമ്മോടുള്ള ദൈവിക ആലോചന കൂടിയാണ് ഈ വചനം. ഈ സമയം ഈ വചനത്തിലൂടെ ചില അസാധാരണമായ ദൈവിക പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള വിഷയങ്ങൾ എത്ര വർഷമായി നീണ്ടു നിൽക്കുന്നു എന്നത് ദൈവത്തിന് ഒരു പ്രശ്നമല്ല. 38 വർഷം രോഗിയായി കിടന്നവനെയും 18 വർഷമായി കൂനിയായി പോയവളെയും 12 വർഷമായി രക്തസ്രാവത്താൽ വിഷമിച്ച സ്ത്രീയെയും സൗഖ്യമാക്കിയ അതേ കർത്താവാണ് നാം വിശ്വസിക്കുന്ന, നാം ആശ്രയിക്കുന്ന നമ്മുടെ ദൈവം. നമ്മുടെ പ്രതീക്ഷകൾ എല്ലാം അസ്തമിച്ചു, ഇനി ഒരു വഴിയുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുവാൻ വരട്ടെ. ലോകത്തിന്റെ കണ്ണിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രായം ചെന്ന അബ്രഹാമിനു വേണ്ടിയും ദൈവിക വാഗ്ദത്തത്തിനു മുമ്പിൽ നിശബ്ദനായി പോയ സക്രിയാവിനു വേണ്ടിയും അത്ഭുതം പ്രവർത്തിച്ച കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ഇന്ന് നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഇതുവരെ ഒരു നാളും കണ്ടിട്ടില്ലാത്ത ചില അത്ഭുത പ്രവൃത്തികൾ ദൈവം നമുക്കായി കരുതി വെച്ചിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ഇതാണ്: നിങ്ങൾ എന്നെ പൂർണ്ണമായി ആശ്രയിച്ചാൽ ഞാൻ നിങ്ങൾക്കായി ഒരു പുതുവഴി ഒരുക്കി തരും. അതുകൊണ്ട് നമ്മുടെ സകല ഭാരങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇന്ന് ഒരു വലിയ അത്ഭുതം സംഭവിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഈ ദിവസത്തെ തുടങ്ങുക. ഈ വലിയ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷപാതക്കാരന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതുപോലെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത അങ്ങയുടെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളിൽ അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല ഭാരങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവശബ്ദം കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.